ഇന്ന് നമുക്ക് ക്ലേ വെച്ചിട്ട് കമ്മൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം അതിന് ഇതുപോലത്തെ മോൾഡ് എടുക്കുക. എൻ്റെ അടുത്തുള്ള മോൾഡ് റെസിനാട്ടിൻ്റെ കിറ്റ് വാങ്ങിയപ്പം അതിൽ കിട്ടിയ മോൾഡാണ് കേട്ടോ. അപ്പോൾ അതിൽ വലിയ റൗണ്ടില്ലേ ഇതിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ക്ലേ ഇതുപോലെയൊക്കെ ഒന്ന് ഉരുട്ടി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ക്ലേ ഇത്തിരി ലൂസായിരുന്നു, അതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കയ്യിലൊക്കെ അതുപോലെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് എന്താക്കണം, 2 റൗണ്ട് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഒരു കമ്മൽ പോരല്ലോ, 2 വേണ്ടേ. അപ്പോൾ നമുക്ക് എന്താക്കാം, 2 ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ 2 റൗണ്ട് വേണം കേട്ടോ. അപ്പോൾ അതിന് ചെറിയ മോൾഡിലേക്ക് വെക്കുക. എന്നിട്ട് നേരത്തെ കാട്ടിയില്ലേ അതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പം ചെറുത് 2 റൗണ്ട് കിട്ടും കേട്ടോ. ഇതാണ് നമ്മുടെ കമ്മലിൻ്റെ മെയിൻ ആയിട്ടുള്ള ഐറ്റം. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ഭംഗിക്ക് പൂക്കൾ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ഇതുപോലെ റെഡ് ക്ലേ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുക, ഒന്ന് വിരൽ വെച്ച് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ പരന്ന് കിട്ടും. അങ്ങനെ ഒരട്ടിക്ക് നമുക്ക് എന്താക്കണം, ഒരു 6-7 റൗണ്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നടുഭാഗം മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സൈഡിലാവരുത്, നടുവ് കൂടെ മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ മെല്ലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. മെല്ലെ ചെയ്യണം, അമർത്തി ചെയ്യരുത് കേട്ടോ. മെല്ലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നടുവൊന്ന് മുറിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി എന്നൊക്കെ പറയുന്നത് പോലെ 2 ഫ്ലവർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 കമ്മലില്ല, 2ലും വേണ്ടേ. അപ്പോൾ എൻ്റെ ഫ്ലവർ ഇത്തിരി വലുപ്പമായി പോയിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ റൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഇത്തിരി സൈസൊക്കെ കുറക്കുകയാണെങ്കിൽ ചെറിയ റോസാപ്പൂ കിട്ടും. പിന്നെ നമുക്കിതുപോലെ പച്ച ക്ലേ എടുക്കാം, ഒന്ന് ഉരുട്ടി പരത്തി കൊടുക്കാം. ഇതുപോലെ നല്ല കട്ടിയും വേണ്ട, എന്നാൽ നല്ലോണം പരന്നും പോകരുത് കേട്ടോ. ഇതുപോലെ ഏകദേശം ഒന്ന് പരത്തി കൊടുക്കട്ടെ. നമ്മൾ ഈ ചപ്പാത്തി മാവൊക്കെ വയ്ക്കൂലേ, ഇതുപോലെയൊക്കെ ഒന്ന് പരത്തി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ ടൂൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാം. എൻ്റെ അടുത്ത് അതില്ലാത്തതും കൊണ്ടാണ് ഞാൻ നൈഫ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതുപോലെ 2 ലീഫിൻ്റെ മോഡൽ ഒന്ന് വെട്ടിയെടുക്കണം കേട്ടോ. 2 വേണ്ട, 2 വേണം. എന്നിട്ട് എന്താക്കുക, അതിൽ പെൻസിലോ എന്തെങ്കിലും കൂർത്ത സാധനം വെച്ചിട്ട് ഇതുപോലെ കുറച്ച് വരകൾ ഇട്ട് കൊടുക്കുക. ഇലയാന്നൊക്കെ തോന്നണ്ടേ, അപ്പോൾ അതിനാട്ടോ ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ലീഫ് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ആ റൗണ്ടില്ലേ, ആ റൗണ്ട് എടുക്കാം. അതിലിതുപോലെ കൂർത്ത് എന്തെങ്കിലും സാധനം വെച്ചിട്ട് സ്പേസ് ഇല്ലാണ്ട് ഡോട്ട് ഇട്ട് കൊടുക്കാം. നിറച്ചൊന്ന് മേലത്തെ റൗണ്ടിലും താഴത്തേലും ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് ഡോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഫുള്ളായിട്ടും ചെയ്തെടുക്കുക. പിന്നെ ഈ സാധനം റെസിനാട്ടിൻ്റെ കിറ്റ് വാങ്ങിയപ്പം കിട്ടിയതാണ് കേട്ടോ. അപ്പം റെസിനും ഹാർഡ്നറൊക്കെ എൻ്റെത് വേഗം കഴിഞ്ഞു. ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ബാക്കി വയ്ക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് അത് ഉപകാരത്തിൽപ്പെട്ടത്. അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് ഞാൻ എന്തൊക്കെ ബ്രഷിലാക്കിയിട്ട് ഒന്നിങ്ങനെ മെല്ലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ബ്രഷിൽ കുറച്ച് അധികം ഒട്ടിപ്പിടിച്ചത് കൊണ്ട് തന്നെ 2 കമ്മലിൽ ഒട്ടിക്കാനുള്ളത് ഞാൻ ഇതുമ്പോൾ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് മനസ്സിലാക്കിയിട്ട് പിന്നെ ഞാൻ എൻ്റെ മൂടിയില്ലേ, ആ കുപ്പീൻ്റെ മൂടി, ആ മൂടിയിൽ നിന്നാണ് വടിച്ചെടുത്തിട്ടാണ് ഞാൻ ബാക്കി 2 ഉള്ള വലിയ റൗണ്ടിനും ചെയ്തെടുത്തത് കേട്ടോ. മേലത്തെ ആ ഒരു റൗണ്ടിനുള്ള പൊടി ഉണ്ടെങ്കിൽ എനിക്ക് ഏകദേശം ഒരു 2 കമ്മലിന് ചെയ്തെടുക്കാൻ കേട്ടോ. എന്നിട്ട് ഞാൻ എന്താക്കി, ആ മൂടിയത്തത് വടിച്ചെടുത്തിട്ട് ഞാൻ ഇതുപോലെ നമ്മുടെ 2 റൗണ്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെയൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കമ്മലിൻ്റെ ഏകദേശം പണികൾ ഇവിടെ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പശ തേച്ച് കൊടുക്കുക. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫ്ലവറില്ലേ, അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ 2ലും വെച്ച് കൊടുക്കുക. പിന്നെ ആ ഇലയല്ലേ, അതും വെച്ച് കൊടുക്കാൻ മറക്കല്ല കേട്ടോ. അതും വെച്ച് കൊടുക്കുക. പിന്നെ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വേണം. എന്നിട്ട് ആ റൗണ്ട്സിലെ 2 ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ കമ്മലിൻ്റെ റൗണ്ട് ഇത്തിരി കട്ടി കൂടിയത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ 2 ആക്കിയിട്ട് കോർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇതുപോലെ വെച്ച് കൊടുക്കുക. മേലത്തെ ചെറിയ റൗണ്ടില്ലേ, അതിൽ നമ്മുടെ സ്റ്റഡ് കമ്മലിൻ്റെ ആ ആണിയൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ അപ്പം ഉണങ്ങിയിട്ട് ഫൈനൽ ലുക്ക് കാണാനുള്ള ക്ഷമയൊന്നും ഇല്ലാത്തതും കൊണ്ട് ഉണങ്ങണതിൻ്റെ മുമ്പ് തന്നെ ഞാനൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ കാണാം. ബൈ.